കൂടിയാണ് ഞാൻ കരിവള്ളൂർ ഓണക്കുന്നിലാണ് എൻ്റെ സ്വദേശം. ഞാൻ പെരികോം ഞെക്ലിയിലുള്ള ഒരു വ്യക്തിയാണ്. അപ്രതീക്ഷിതമായിട്ട് ഞാൻ ഇവിടെ കണ്ണൂർ ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ ഒരു ഇതിൽ അത്രേ ഉള്ളൂ. ചോദ്യമൊന്നുമില്ല, പറഞ്ഞു. അല്ല പറയാനുണ്ട്, പിന്നെ മൈക്കരുത്. ഞാൻ പറഞ്ഞു വരുന്നത് ഞാനൊരു പ്രവാസിയായിരുന്നു. ഞാൻ 1986 SLC കഴിഞ്ഞ ഉടനെ ഇവിടെ തൊഴിലും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോയൊരു വ്യക്തിയാണ്. ഇപ്പൊ 1.5 വർഷമായിട്ട് നാട്ടിലുണ്ട്. പറയുന്ന കേൾക്ക് സുഹൃത്ത്, നിങ്ങൾ ഇതാണ് നിങ്ങളെ ഈ മീഡിയേറ്ററിലുള്ള പ്രശ്നങ്ങൾ. പറയുന്ന കേൾക്ക് ഞാൻ അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഞാൻ തിരിച്ചിപ്പോ നാട്ടിലെത്തിയപ്പോഴും ഈ പണ്ടേ ഉള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടെ പെൻഷൻ ഇത് ചെയ്യുന്നുണ്ട്. ഞങ്ങള് പ്രവാസികൾക്ക് മാസം പൈസ അടച്ചിട്ട് ഞങ്ങൾക്കൊരു പിന്നെ ആ ഒരു വർഷം കഴിയുമ്പോൾ നമുക്കൊരു പെൻഷൻ കിട്ടുന്നുണ്ട്. ഇവിടെ ഇപ്പോഴും നോക്കിയപ്പോഴും നമ്മൾ ആ പഴയ ഒരു കാലഘട്ടത്തിൽ തർക്കം മാത്രമാണ് ഇപ്പോഴും ഇവിടെ. ലോകം എവിടുന്നോ എനിക്ക് 3 പ്രസ്ഥാനത്തിനോടും ചോദിക്കാനുള്ള ഞാൻ നല്ലൊരു ഉറച്ച കൂടിയാണ്. എന്നാലും ആ കിട്ടിയ ഒരു പ്രവാസ പെൻഷനിൽ സഖാവ് പിണറായി വിജയൻ വന്നതിന് ശേഷം ആ പറഞ്ഞെടുത്തുന്നു ഞങ്ങൾ ഇനിയും 5000 രൂപ പെൻഷൻ കിട്ടണം. ദുബായിലുള്ള എല്ലാ പ്രവാസികൾക്കും ഇവിടെ ദൈവം നമുക്ക് 150 കോടിയുടെ വികസനം ഉണ്ടെന്ന് പറഞ്ഞ MP ഫണ്ട് എന്ന് വെച്ചാൽ ആ വികസനം ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ശ്രീമതി ടീച്ചർ 5 കൊല്ലായിരിക്കുന്ന സമയത്താണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ പയ്യാമ്പലം ബീച്ച്, എല്ലാ വികസനം. കെ സുധാകരൻ 5 കൊല്ലായിട്ട് എന്ത് വികസനം കണ്ണൂർ? ദിവ്യയുടെ ചോദ്യം, അതായത് ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ആദർശമാണ്, നിലപാടാണ്. ഇവിടെ കോൺഗ്രസ് പാർട്ടിയുടെ ആൾക്കാരാ ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെ മത്സരിച്ച പ്രമുഖനായ സ്ഥാനാർത്ഥിയാണ് BJPന്റെ സ്ഥാനാർത്ഥി, കോൺഗ്രസിന്റെ ആളാണ്. ആന്റണിയുടെ മോൻ അവിടെ മത്സരിക്കുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ മോൻ. അപ്പൊ ഇവരെങ്ങനെയാണ് ഒരു ഉളുപ്പുമില്ലാതെ ഇവർ സ്വീകരിക്കുകയും ഇവർക്ക് അങ്ങനെ അങ്ങോട്ട് പോകാനും സാധിക്കുന്നത്? അതായത് 35 കൊല്ലം ബംഗാള് ഭരിച്ച CPM-ന് പാർട്ടി ഓഫീസ് 30% പാർട്ടി ആള് വിടുന്നത് EMS, AK ജലം കോൺഗ്രസ് ആണ്. അവരൊക്കെ പാർട്ടി വിട്ടു പോയിട്ടുണ്ട്. കോൺഗ്രസ് ഇന്നും ഉണ്ട്. എന്റെ ചോദ്യം ഇടതുപക്ഷ എനിക്ക് ചോദിക്കാനുള്ളത്, പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഒരുപാട് കേസ് നിലവിലുണ്ട്. ആ നിലവിൽ മറ്റ് സംസ്ഥാനത്തൊക്കെ കേസ് പിൻവലിച്ചിട്ടും ഇവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുന്നവരാണെന്ന് പറഞ്ഞ് പോകുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് 1000 ചില്ലാനും കേസ് പിൻവലിച്ചിട്ടില്ല? ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഞാൻ എന്റെ കുറച്ച് വർഷങ്ങൾക്ക്, അതായത് ഞാനൊരു +2 കാലഘട്ടത്തിലായിരുന്ന സമയത്ത് ഗവൺമെന്റ് സ്കോളർഷിപ്പ് തരുന്നുണ്ടായിരുന്നു. അത് എന്നെ പോലെയുള്ള വിദ്യാർത്ഥികൾക്ക് വളരെ വലിയൊരു എയ്ഡായിരുന്നു, ഒരു സഹായമായിരുന്നു പഠനത്തിനും മറ്റു കാര്യങ്ങൾക്കും. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നില്ല. ചോദിച്ചു, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ അടക്കം പോയി ചോദിച്ചപ്പോ കേരള സർക്കാരുകൾ ഇപ്പോ സ്കോളർഷിപ്പ് ഇനത്തിലേക്ക് ഫണ്ടുകൾ നൽകുന്നില്ല ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഈ ഗ്രാൻസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തുകളിലാണ് പൗരത്വ ഭേദഗതിയിൽ കേസുകൾ പിൻവലിക്കാത്ത എന്താണ് ചോദ്യം? ഇതിലൊരു കാര്യം ചെയ്യേണ്ടത്, ഞങ്ങള് എനിക്ക് തോന്നുന്നു രണ്ടാളും സംസാരിക്കുമ്പോഴും ഈ ചർച്ചയിൽ ഞങ്ങളെ സംസാരിക്കാൻ പോലും അദ്ദേഹം അനുവദിക്കുന്നില്ല, കാര്യം പറഞ്ഞ് പൂർത്തിയാക്കാൻ വിടുന്നില്ല. ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാണ്. പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ചില അക്രമങ്ങൾ നടന്ന സമയത്ത് ആ അക്രമവുമായി ബന്ധപ്പെട്ട സമരവുമായി ബന്ധപ്പെട്ട് ചില കേസുകൾ എടുത്തിട്ടുണ്ട്. ആ കേസുകളിൽ 75% കേസുകളും
തള്ളിക്കളഞ്ഞു. ആ. കുറച്ച് കേസുകൾ ബാക്കിയുണ്ട്. ആ, കേൾക്കോ? ആ, കേൾക്കോ? ഈ ഞാൻ പറയട്ടെ. അല്ല, പറഞ്ഞു, പറഞ്ഞു, പറഞ്ഞു. ആ, ആ, ഈ ഞാത്ത, ഞാത്ത, ശബരിമല ഞാത്ത, 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 ഞാത്ത. നേതാക്കന്മാരെ ഒന്നും കേൾക്കില്ല. ശരി, ഒന്നും കേൾക്കില്ല. ഒന്നും കേൾക്കില്ല. പറയട്ടെ. വരാം. ഒരു വിട്. ആ, പറഞ്ഞു. ഒന്ന് പൂർത്തിയാകട്ടെ. ആ, അപേക്ഷ നൽകാൻ ബാക്കിയുള്ളവരുണ്ട്. ചെറിയ ന്യൂനപക്ഷം ഏറ്റവും വലിയ വിഷയം. വിഭാഗത്തിലെ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെ കേസുകളും ആ, ഒരു- എഴുതി രാജാവോട് തള്ളുമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു കാര്യം എടോ, ഒരു കാര്യം, പൗരത്വ ഭേദഗതി നിയമം അവിടെ പാസ്സാക്കുമ്പോ അവിടെ ഓന്തിനെ പോലെ ഇരുന്നിട്ട് ഇവിടെ വന്നിട്ട് എത്ര കേസ് നിങ്ങൾ തള്ളി എന്നല്ല ചോദിക്കേണ്ടത്. ഈ രാജ്യത്തെ ഈ രാജ്യത്തെ ഒരു കാര്യം പറയാം. ഇവരുടെ കാപട്യമാണ്. ആഷ്മി, ഞാൻ പറയട്ടെ. ഒരു മാധ്യമ പ്രവർത്തകനോട് പറയാണ്, പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് വർഗീയവാദം പറഞ്ഞു. ചോദ്യം പോലും ചോദിക്കാൻ പറ്റുമോ? ഒരു മാധ്യമ പ്രവർത്തകനെ എന്ന് വിളിച്ച് ആക്ഷേപിച്ചതാ. പള്ളി ആക്രമിച്ച പള്ളി, മുസ്ലിം പള്ളി ആരാധകർക്ക് പള്ളിയിലേക്ക് ആക്രമണം നടത്തിയ ആളാ എം.പി. ജയരാജൻ. ശബരിമലയിലെ സ്ത്രീകളെ കയറ്റാൻ വേണ്ടി കേരളത്തിലെ പാർട്ടിയും ഗവൺമെന്റും സ്ത്രീകളെ ആക്ഷേപിച്ചത് എം.പി. ജയരാജൻ. കേരളത്തിലെ ശബരിമല പ്രക്ഷോഭ സമയത്ത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ശബരിമലയിൽ കയറ്റാൻ വേണ്ടി കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റ് ഗവൺമെന്റ് പരിശ്രമിച്ചപ്പോ ആയിരക്കണക്കിന് പേരുടെ അയ്യപ്പ ഭക്തന്മാരുടെ പേരിൽ കേസെടുത്തിരുന്നു. ഒരു കേസ് പോലും പിൻവലിക്കാതെ പൗരത്വ ഭേദഗതിയുടെ പേരിൽ കേസ് 70 പിൻവലിച്ചു എന്ന് പറയുന്നത് എന്ത് പ്രീണനമാണെന്ന് ജനങ്ങൾ ചോദ്യമുണ്ട്. അതോടൊപ്പം അയ്യപ്പ ഭക്തന്മാർക്ക് നേരെ എന്തും ചെയ്യാമെന്നുള്ള കേരളത്തിലെ മാർക്സിസ്റ്റ് ഗവൺമെന്റ് ധാർഷ്ട്യവും ഇവിടെ പ്രകടമാണ്. ശബരിമലയിൽ നിലപാടെന്തായിരുന്നു? ശബരിമലയിൽ പറഞ്ഞു പി എസ് അദ്ദേഹം വർഗീയതയാണ് പറയുന്നത്. വർഗീയത പറയാണ്. അവസാനിപ്പിക്കണം. മരുമകന്റെ അഴിമതി ഇതാണ് കേരളത്തിൽ ആളുകൾക്ക് ഒന്നും